പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫൈ 2 + √3 / 2 - √3 മൈനസ് 2 - √3 / 2 + √3. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ നമ്മളിതിൻ്റെ LCM എടുക്കുന്നു. LCM എടുക്കുമ്പോൾ എന്ത് വരും? അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതുക. എടുത്തെഴുതിയതിന് ശേഷം ഈക്വൽ സൈൻ ഇട്ട് ചെയ്യുക കേട്ടോ. LCM ഇവിടെ എന്ത് വരും? 2 - √3 × 2 + √3. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മളത് എഴുതുന്നു. 2 - √3 × 2 + √3. ഇനി നമ്മുടെ ന്യൂമറേറ്റർ എഴുതണം. അപ്പോൾ നമ്മൾ LCM രണ്ട് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ് എഴുതുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 + √3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെയും 2 + √3 ആണ്, ഇതും 2 + √3 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? 2 + √3 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. മൈനസ് ഇവിടെ രണ്ട് ടേമുകളും 2 - √3 ആണ്. അപ്പോൾ 2 - √3 ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? LCM എടുക്കുന്നത് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ രണ്ട് ടേമുകളിലും കോമൺ ഒന്നുമില്ല, രണ്ടും കൂടെ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താണ് LCM എടുത്തത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ടേം കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനുകൊണ്ട് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ന്യൂമറേറ്റർ എഴുതും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് a + b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയും ഇവിടെ a - b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയും യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? 2 + √3 ദ ഹോൾ സ്ക്വയർ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് അടുത്തത് 2ab. അപ്പോൾ 2 2s are 4 √3 പ്ലസ് √3 സ്ക്വയർ മൈനസ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ പ്ലസ് ആയിരുന്നു. പ്ലസ് ആയിരുന്നത് കൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇടണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് സൈനാണ് വന്നിട്ടുള്ളത്. അപ്പം മൈനസ് സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ടേമിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം ബ്രാക്കറ്റ് ഇടണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും. ഇനി ഇവിടെ നമ്മൾ a - b ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ എന്ത് വരും? 2 2s are 4 √3 പ്ലസ് b സ്ക്വയർ. b is √3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതേത് ഫോമില? a - b × a + b അല്ലെങ്കിൽ a + b × a - b ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 2 സ്ക്വയർ മൈനസ് √3 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ എന്ത് വരും? 2 സ്ക്വയർ 2 സ്ക്വയറിന് പകരം 4 എന്ന് എഴുതുന്നത്. 4 പ്ലസ് 4 √3 പ്ലസ് √3 സ്ക്വയർ ഈസ് 3 മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം മൈനസ് കൊണ്ട് ഓരോ ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ച് ആവും. അപ്പോൾ എന്തായി? 4 ഇവിടെ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. 4 √3 ഇതെന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. -3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ഈസ് 4 √3 സ്ക്വയർ ഈസ് 3 ഇസ് ഈക്വൽ ടു, ഇവിടെ കട്ട് ചെയ്യാൻ പറ്റിയത് എന്തുണ്ട്? 4ഉം 4ഉം കട്ട് ചെയ്യാം, 1 പ്ലസും 1 മൈനസുമാണ്. 3ഉം 3ഉം കട്ട് ചെയ്യാം, 1 പ്ലസും 1 മൈനസുമാണ്. ബാക്കി 4 √3ഉം 4 √3ഉം ആണുള്ളത്. 4 √3ഉം 4 √3ഉം കൂടെ എന്ത് വരും? 8 √3 by 4 - 3 is 1 is equal to 8 √3. Answer is 8 √3.